ഞാൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. എൻ്റെ പിന്നിൽ നിന്നവരൊക്കെ മുൻപിൽ കയറി ഓടിയല്ലോ. അത് ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, പല മേഖലയിലായിക്കൊള്ളട്ടെ, നമ്മുടെ പിന്നിൽ നിന്നവർ ഒരുപാട് മുന്നിൽ കയറി എന്ന് ഹല്ലേലൂയ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ, അത് ഏത് മേഖലയിലായിരുന്നാലും, എന്നാൽ കർത്താവ് പറയുന്നു, നിന്നെ മുന്നിൽ കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. ഇവിടെ നോക്കണം, ദാവീദിനെ അഭിഷേകം ചെയ്യാനായി ശമൂവേൽ പോകുമ്പോൾ അതിനകത്ത് ഹല്ലേലൂയ ദാവീദിൻ്റെ ചേട്ടനെ കണ്ടിട്ട് ശമൂവേൽ വിചാരിക്കും, ഇവനെ ആണ് രാജാവാക്കാൻ പോകേണ്ടത്. അപ്പോൾ ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്, അവൻ്റെ പൊക്കമോ നീളമോ വണ്ണമോ നീ നോക്കരുത്. നീ പുറമേ ഉള്ളതിനെ കാണുന്നു, ഞാൻ മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയും, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ, ഞാൻ ഒരുപാട് പിന്നിലായിപ്പോയല്ലോ, എന്നേക്കാൾ പുറകിൽ നിൽക്കുന്നവരൊക്കെ മുന്നിൽ ഓടിക്കയറിയല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്. മാനുഷ്യമായ ചിന്തയിലൊക്കെ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയേ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂടെ ജോലി ചെയ്തവർ, എൻ്റെ കൂടെ നിന്നവർ, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തവർ പല രാജ്യങ്ങളിലും പല പട്ടണങ്ങളിലും അവർ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം, എനിക്ക് മാത്രം എന്താണ് ഈ പ്രതികൂലമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതാണ് പറയുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. തക്ക സമയത്ത് നീ എവിടെയാണ് തരം താഴപ്പെട്ടത്, നീ എവിടെയാണ് താഴ്ന്നു പോയത്, അവിടെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. യോസഫിനെയൊക്കെ ദൈവം രാജകീയ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ അവൻ ഉറച്ചു നിന്നു. ദാവീദൊക്കെ സിംഹാസനത്തിനകത്തേക്ക് കയറി വരുവാൻ ഹല്ലേലൂയ അവൻ ദൈവത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ നീ പിന്നിലല്ല, നീ മുന്നിലാണ്. ഒരു പ്രതികൂലമോ പ്രതിസന്ധിയൊക്കെ നമ്മളെ കൂടെ നമ്മളെ പിന്തുടരുന്നെങ്കിൽ ഓർത്തോണം, എനിക്കൊരു മുന്നേറ്റമുണ്ട്, എനിക്കൊരു ഉയർച്ചയുണ്ട്. ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവം ഇങ്ങനെ പറയുന്നില്ലേ, നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്നേക്കായി ഓടിക്കയറിയവരെ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു കൃപ, ഒരു അഭിഷേകം നിന്റെ മേലുണ്ടെന്ന് ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ നമ്മുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളെ ഓവർടേക്ക് ചെയ്യുവാൻ, നമ്മളെ മറികടക്കുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. അതുകൊണ്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ നിങ്ങൾ ഉന്നതകളിലെത്തും, നിങ്ങൾ പടവുകളിൽ കയറിപ്പറ്റും. ആർക്കും ചെല്ലാത്ത മണ്ഡലങ്ങളിൽ, ആരും എത്തിപ്പറ്റാത്ത മേഖലകളിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. വിശ്വസിക്കുക സഹോദരങ്ങളെ, ധൈര്യത്തോടെ നില്ല്. കർത്താവ് എന്നെ നടത്തും. ഹല്ലേലൂയ എന്നെ ശക്തനാക്കും. ഹല്ലേലൂയ ഞാൻ താഴ്ചയിലെ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ ഹല്ലേലൂയ ചില ഇടങ്ങൾ സഞ്ചരിക്കും, ചില രാജ്യങ്ങൾ സഞ്ചരിക്കും, ചില പട്ടണങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമെന്ന് ഹല്ലേലൂയ ഞാൻ ശുശ്രൂഷയിൽ ഞാൻ മുന്നേറുമെന്ന് നിങ്ങളെ തരം താഴ്ത്തി വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുകയാണോ? ഭയപ്പെടേണ്ട. ദൈവം തക്ക സമയത്ത് ഉയർത്തുന്നവൻ, ദൈവം തക്ക സമയത്ത് വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്. നിങ്ങൾ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. മനുഷ്യർ പുറമേ ഉള്ളത് കാണുന്നു, എന്നാൽ അകമേ ഉള്ളത് കാണുന്ന ഒരു ദൈവമുണ്ട്.